പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുകൾ. കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോകുമായിരുന്നു വലിയ കാലമില്ലാതെ. അത്രയും മിടുക്കരായിട്ടുള്ള ആളുകളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു. കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ല, അത് ശരിയല്ല. ഇങ്ങനൊരു വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവിനെ അത് ബാധിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് വരും തിരിച്ചടി തന്നെയായിരിക്കും. വേറൊന്നുമല്ല, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് വി.ഡി. സതീശൻ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത്. ഈ ഒരു രാഹുലിൻ്റെ വിഷയത്തിൽ വേറെ ഒരു വ്യക്തിയുടെ ഒരാൾക്കും ഒരു അഭിപ്രായവും ഇല്ലായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുപോലാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പം വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നില്ലല്ലോ. ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. അന്ന് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് വി.ഡി. സതീശൻ എന്നൊരു വ്യക്തിയുടെ ഒറ്റ തീരുമാനം കൊണ്ടല്ല. ഈ ഹൈക്കമാൻഡും ഇപ്പോൾ എന്ത് പറഞ്ഞാലും പറയൂല, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് വി ഡി സതീശനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും ചെയ്യിപ്പിച്ചതാണെന്നും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അതിന് ശേഷം ഉള്ള തെറിവിളിയും ചീത്തവിളിയും ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് തന്നെ നേരിടേണ്ടി വന്നൊരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തൊരു വ്യക്തി ഇപ്പം മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ കളിക്കുന്ന കളികളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ല. എന്തായാലും വി.ഡി. സതീശൻ്റെ അന്നത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് അതിനൊക്കെ ശേഷം വി.ഡി. സതീശൻ മാതൃഭൂമിക്കകത്ത് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറയുന്നുണ്ട്. അതുകൂടെ ഞാനിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ. കാരണം അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം വി.ഡി. സതീശനെ കൊണ്ട് രാഹുലിനെ പുറത്താക്കി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഈ ഒരു പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ, അതായത് MLA ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആദ്യം വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി രാഹുൽ ആയിരുന്നേനെ, ഒരു സംശയമില്ല. എന്തായാലും ഞാനൊരു ക്ലിപ്പ് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം വി.ഡി. സതീശൻ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏൽക്കുന്ന ഒരു വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. പിന്നെ ഇപ്പം കാണുന്ന ഒരുത്തനും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ വരത്തില്ല. നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയം നടന്നിട്ട് എത്ര ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിലുള്ള ഇപ്പം MLA ആയി നിൽക്കുന്ന എത്ര എണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരുത്തനും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വി.ഡി. സതീശൻ അന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിപ്പ് വെച്ച് തരാം. അന്ന് ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ചീത്തവിളിയും തെറിവിളിയും ആട്ടുംതുപ്പെല്ലാം സഹിച്ച് കഴിഞ്ഞ 5 കൊല്ലം UDFനെ ഈ ഒരു നിലയിൽ എത്തിച്ച വ്യക്തിയാണ് വി.ഡി. സതീശൻ. എന്നിട്ട് അയാൾക്ക് CM പോസ്റ്റ് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് അയാളോട് കാണിക്കുന്ന എന്ത് ജനാധിപത്യമേ. ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് വി.ഡി. സതീശൻ മതി CM എന്ന്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കമൻറ്റ് ബോക്സിൽ UDF വിജയിച്ച് ഭൂരിപക്ഷം 102 സീറ്റുകൾ നേടി വിജയിച്ച അന്ന് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ 90% കമൻറ്റുകൾ, ഏകദേശം 1.5 ലക്ഷം കമൻറ്റുകളിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 99% കമൻറ്റുകളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന കമൻറ്റുകളാണ്. ഇതൊക്കെ PR വർക്കും കാര്യങ്ങളുമല്ല. ഇതൊക്കെ സാധാരണക്കാരുടെ വികാരമാണ് അവർ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും വി.ഡി. സതീശൻ പറയുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരിങ്ങനെ നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സെക്കൻഡ് റോയെ ഒരു തേർഡ് റോയെ വളർത്തിയെടുക്കാൻ വലിയ പങ്ക് കഴിഞ്ഞ 5 വർഷം വഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുകൾ. കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോകുമായിരുന്നു വലിയ കാലമില്ലാതെ. അത്രയും മിടുക്കരായിട്ടുള്ള ആളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനമാണ്.
ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരായിട്ടുണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ വന്നു, ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ വന്നത് അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്ക് പൊട്ടിയിട്ട് തീരുമാനം എടുത്തെന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ്, അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും അനുഭവിച്ച ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു പാളിച്ച സംഭവിക്കുന്ന ഓക്കെ, കണ്ടല്ലോ വി ഡി സതീശൻ ഇവിടെ എന്താ പറഞ്ഞത്? ഞങ്ങളെടുത്ത തീരുമാനമാണ്. കാരണം ടീം UDF എടുത്ത തീരുമാനമാണ്. എന്തായാലും പുള്ളി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കത്തില്ല, പുള്ളിയെ കൊണ്ട് എടുപ്പിക്കത്തില്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് ഇപ്പം നടക്കുന്ന ഈ CM കസേരയ്ക്ക് വേണ്ടി നടക്കുന്ന ഈ കടിപിടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പുള്ളി അഞ്ച് കൊല്ലം പുള്ളി ഈ ഒരു UDF പ്രസ്ഥാനത്തിനെ എവിടെയോ കടന്ന് താഴെ കടന്ന UDF പ്രസ്ഥാനത്തിനെ അത് പൊക്കിയെടുത്തുകൊണ്ട് ഈ ലെവലിലേക്ക് ആക്കിയപ്പോഴത്തേക്കും ആ കസേരയ്ക്ക് അർഹതപ്പെട്ട ഒരാൾ വി ഡി സതീശൻ തന്നെയാണ്. അത് പിടിച്ചു പറിക്കാനെ കൊണ്ട് ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ എന്തിനാണ് ഇവർ നിൽക്കുന്നത്? അവർക്ക് പറഞ്ഞൂടെ, നിങ്ങളായിക്കുമെന്ന് പറഞ്ഞ് വി ഡി സതീശനോട് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്തും വി ഡി സതീശനല്ല തീരുമാനമെടുത്തിയെന്ന് ഒറ്റയ്ക്കെടുത്തിയെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇതിപ്പം ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ CM ആയി വരുവാണെങ്കിൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും, ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരും. കാരണം പുള്ളി അത്രയ്ക്ക് ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്. ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണെന്നല്ലേ പറഞ്ഞത്. ഉറപ്പായിട്ടും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, CM പുള്ളിക്ക് അധികാരം കിട്ടുന്ന ഒരു സമയത്ത് പുള്ളി രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുമെന്നതിൽ യാതൊരു സംശയമില്ല, ഉറപ്പായിട്ട് കൊണ്ടുവരും. പക്ഷേ CM പദവി കൊടുത്തില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, പിന്നെ രാഹുലിനെ ഇപ്പം നിൽക്കുന്ന ടീംസുകൾ ആരും തിരിച്ചു കൊണ്ടുവരത്തില്ല, രാഹുലിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, എവിടെയും സീറ്റ് കൊടുക്കത്തില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പം വി ഡി സതീശൻ തിരിച്ചു വന്നേ പറ്റൂ. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി തിരിച്ചു വരണമെങ്കിൽ വി ഡി സതീശൻ CM ആയേ പറ്റൂ. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. 2003 ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലാത്ത മധ്യപ്രദേശിൽ 2018 ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന യുവ നേതാവ് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു. കൃത്യമായ പ്ലാനിംഗ് നടത്തി, പ്രചരണം നടത്തി, കോൺഗ്രസിനെ ഏറ്റവും വലിയ കക്ഷിയാക്കി വിജയിപ്പിച്ചെടുക്കുന്നു. മുഖ്യമന്ത്രി കസേര കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഡൽഹി വഴി കമൽനാഥ് സീറ്റിലിരിക്കാൻ എത്തുന്നു. ശേഷം കോൺഗ്രസ് മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്നും കോൺഗ്രസിന് കിട്ടിയത് 0 സീറ്റ്. അന്ന് സിന്ധ്യയ്ക്ക് അർഹിച്ച സ്ഥാനം നൽകിയിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായനെ. രാജസ്ഥാനിൽ 2018 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് കാൽനട യാത്രകളായും സൈക്കിൾ റാലികളായും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചു BJPയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുന്നു. മുഖ്യമന്ത്രി കസേര മുന്നിൽ വന്നപ്പോഴേക്കും ഡൽഹി വഴി അശോക് ഗെഹ്ലോട്ട് സീറ്റിലിരിക്കാൻ എത്തുന്നു. ഇന്ന് രാജസ്ഥാൻ ഭരിക്കുന്നത് BJP ആണ്. സച്ചിൻ പൈലറ്റ് എന്നൊരു നേതാവ് മുഖ്യമന്ത്രിയായി രാജസ്ഥാനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായനെ. 4 കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ വന്നതിന് ശേഷം 2023 കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 2020 KPCC പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുത്ത DK ശിവകുമാർ എന്ന ക്രൗഡ് പുള്ളറും തന്ത്രജ്ഞനുമായ നേതാവ് മുന്നിൽ നിന്ന് നയിച്ച് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ സിദ്ധരാമയ്യൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച സീറ്റിൽ പകുതി മാത്രം ലഭിക്കുന്നു. അടുത്ത തവണ കർണാടക ആര് ഭരിക്കുമെന്ന് കണ്ടറിയാം. 2001 ശേഷം കേരളത്തിൽ 4 മന്ത്രിസഭകൾ വന്നു. 3 LDF, 1 കഷ്ടിച്ച് UDF. ചരിത്രത്തിൽ ആദ്യമായി LDFന് 2021 ഭരണ തുടർച്ച കൂടി കിട്ടിയതോടെ
ഇനി തിരിച്ചുവരവ് എന്ന് തോന്നിപ്പിച്ച കോൺഗ്രസിനെ വി ഡി തിരിച്ചുവരവില്ല എന്ന് തോന്നിപ്പിച്ച കോൺഗ്രസിനെ വി ഡി സതീശൻ എന്ന നേതാവ് വന്ന് മുന്നിൽ നിന്ന് നയിച്ചു തുടങ്ങുന്നു. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച സതീശൻ 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനെ സതീശൻ മുന്നിൽ നിന്ന് നയിച്ചു കോൺഗ്രസ് വിജയിച്ചു. ഇനി ചരിത്രം കണ്ടറിയണം. അടുത്ത തവണയും കൂടി UDF അധികാരത്തിൽ വന്നാലേ BJPയുടെ വഴികൾ അറിയൂ. അത് സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം എന്ന് വിശ്വസിക്കുന്നു. കടപ്പാട് പോസ്റ്റ്, FB പോസ്റ്റ്. അപ്പം ഈ പറഞ്ഞതുപോലെ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഭരണം UDFന് തുടർഭരണം കിട്ടത്തില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഞാനിവിടെ മുരളിയുടെ വാക്കുകൾ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ പുള്ളി വി ഡി സതീശന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ്. പണിയെടുത്തിട്ടുള്ളവന് അതിൻ്റെ കൂലി കിട്ടണം, അല്ലേ? എടുക്കാതെ ചുമ്മാ അവിടെ ഇവിടെ മാറി നടന്ന് തേരാപ്പാര നടന്നിട്ട് പണിയെടുത്തവൻ്റെ കൂലിയിൽ കൈയിട്ട് വാങ്ങാൻ നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അതാണ് ഇവിടെ KC വേണുഗോപാൽ കാണിക്കുന്നത്. പുള്ളിക്ക് അന്തസ്സുണ്ടെങ്കിൽ പുള്ളി അത് വി ഡി സതീശനോട് മുഖ്യമന്ത്രി സ്ഥാനം എടുത്തോളാൻ പറയണം. മുരളി പറയുന്നത് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ എന്നും അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, അത് ശരിയല്ല. ഇങ്ങനൊരു ഫ്ലക്സ് വയ്ക്കലും അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിലേറെ ഞാൻ മോശമായിട്ട് കാണുന്നത്, ഇപ്പോൾ നമുക്ക് നേതാവിനോട് ബഹുമാനമുണ്ട്, അത് ബഹുമാനം പുറത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫ്ലക്സ് വയ്ക്കുന്നത് അതൊന്നും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ അതേ സ്റ്റാറ്റസുള്ള മറ്റൊരു നേതാവിനെ കുറ്റം പറയുമ്പോഴോ അത് തെറ്റാണല്ലോ. പിന്നെ തീർച്ചയായും അത് തെറ്റാണ്. ഫ്ലക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ടല്ല പാർട്ടി ലീഡർ തീരുമാനിക്കുന്നത്. അല്ല, അദ്ദേഹമാണ് ഇതിനെ നയിച്ചത്. 100 എന്നുള്ള സംഖ്യ ആദ്യം പറഞ്ഞ അദ്ദേഹമാണ്. എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല സീനിയറായിട്ടുള്ള ആളാണ്. KC വേണുഗോപാൽ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനം